ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. എന്തുകൊണ്ട് നമ്മൾ യോദ്ധ ബാച്ചിൽ ചേരണം? നമുക്ക് ആക്ച്വലി യൂട്യൂബിലെ ക്ലാസ്സുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ? എന്തിനു വേണ്ടിയിട്ട് യോദ്ധ ബാച്ചിലേക്ക് ചേരേണ്ടത് എന്നുള്ളത് ഒരുപാട് മക്കൾക്ക് വരുന്ന ഒരു ഭയങ്കരമായ ഡൗട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ്. മക്കളെ, യൂട്യൂബിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നമുക്ക് വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ 1 ഷോട്ട് വീഡിയോകളൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ ചാപ്റ്ററുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ മക്കൾക്ക് അറിയാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാത്തത്. നമ്മുടെ യോദ്ധ ബാച്ചിൽ ആ ചാപ്റ്റർ തീരുന്നത് ഏകദേശം 4, 5, 6, 7 മണിക്കൂറുകൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ ആ ചാപ്റ്ററുകൾ തീരുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിനെ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ട് പഠിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മറ്റിടത്തെ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചാപ്റ്റർ തീരുക എന്നുള്ള ഒരൊറ്റ കാര്യം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ വേഗം തന്നെ എടുക്കും. വേഗം എടുക്കുന്ന സമയത്ത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുള്ളൂ. ശരിക്കും 8ാം ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 10ാം ക്ലാസ്സിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്ന, അല്ലെങ്കിൽ 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത് 9th സിലബസിന് അപ്പുറമായിട്ട് 8th സിലബസാണ് നോർമലി ആവശ്യമുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ 8th കോണ്ടന്റുകൾ നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് 10ാം ക്ലാസ്സിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് 8th നമ്മളൊരു റാപ്പിഡായിട്ട് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. അതിനെ ഡീറ്റെയിൽ ചെയ്ത് ഡെപ്തായിട്ട് സബ്ജക്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ല ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ തന്നെയാണ്, യോദ്ധ ബാച്ചിലെ ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ്സുകളോ, യോദ്ധ ബാച്ചിലെ ക്ലാസ്സുകൾ കണ്ട ഒരു കുട്ടിക്ക് റിവിഷൻ ആയിട്ട് ഏറ്റവും ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. കാരണം ആ ക്ലാസ് കണ്ട ഒരു കുട്ടിക്ക് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ നമ്മുടെ യൂട്യൂബിലെ ക്ലാസ്സുകൾ ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമുകളെ കുറിച്ചാണ്. നമുക്ക് യൂട്യൂബിൽ ഒരിക്കലും എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യം തന്നെയല്ല. ഈ വർഷമാണെങ്കിലോ 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയതാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്നും തന്നെ എവിടെയും അവൈലബിൾ അല്ല. പക്ഷേ നമ്മുടെ യോദ്ധ ബാച്ചിൽ ഓരോ ചാപ്റ്ററുകളും കഴിയുന്ന സമയത്ത് അവിടെ കൃത്യമായ എക്സാമുകൾ നടക്കുന്നുണ്ട്. യൂണിറ്റ് ടെസ്റ്റ് എക്സാമുകളുണ്ട്, അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനുകളുണ്ട്. കൂടാതെ തന്നെ ഫസ്റ്റ് ടൈം എക്സാം വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു മോഡൽ എക്സാമിനേഷൻ നടത്തും. സെക്കൻഡ് ടൈം എക്സാമിനേഷൻ വരുന്നതിന് മുമ്പ് നമ്മളൊരു മോഡൽ എക്സാമിനേഷൻ നടത്തും. മെയിൻ എക്സാമിനേഷന് മുമ്പ് നമ്മളൊരു മോഡൽ എക്സാമിനേഷൻ നടത്തും. എന്ന് വെച്ചാൽ കൃത്യമായ ടൈമുകൾ, കൃത്യമായ രീതിയിൽ എക്സാമിനേഷനുകൾ അവിടെ നടക്കുന്നതാണ്. ഈ എക്സാമിനേഷനിലെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന് ആൻസർ കീ ഡിസ്കഷനാണ്. നിങ്ങൾ തന്നെയായിരിക്കും ആ ഒരു പേപ്പറിനെ വാല്യൂ ചെയ്യുന്നത്. വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു അധ്യാപകൻ ലൈവായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ക്ലാസ് എടുത്തു തരികയാണ്. ഒന്നാമത്തേന് ഉത്തരം ഇന്നതാണ്. അപ്പോൾ ആ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ എഴുതേണ്ടത്? നമുക്ക് എപ്പോഴും വരുന്നൊരു ഡൗട്ടാണല്ലോ, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എത്രത്തോളം പോയിന്റുകൾ എഴുതണം, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽ ചെയ്തിട്ട് എഴുതണം എന്നുള്ളത് അതിനെ കൃത്യമായിട്ട് സാർ വന്നിട്ട് പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടീച്ചറെ പോലെ ആ പേപ്പറിനെ വാല്യൂ ചെയ്യാനും പഠിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു ആൻസർ ഷീറ്റിൽ ബെറ്റർ ആയിട്ട് എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നതും കൂടെ നമ്മൾ അവിടുന്ന് പഠിച്ചു തീരുമെന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡഡ് ലൈവ്സുകളാണ്. നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും കഴിഞ്ഞാൽ അതിൻ്റെ ലൈവുകളെല്ലാം റെക്കോർഡ് ചെയ്തിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ പേൾ വീഡിയോ റെക്കോർഡിങ്സും കൃത്യമായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ വളരെ ചുരുങ്ങിയ ക്ലാസ്സുകൾ മാത്രമാണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. സോ ഇത്രത്തോളം വെറൈറ്റീസ് ഉള്ള, ഇത്രത്തോളം കോണ്ടന്റ് റിച്ചഡ് ആയിട്ടുള്ള ഒരു ഏരിയാസിലേക്കാണ് ഞങ്ങൾ ആക്ച്വലി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങളെല്ലാവരും പഠിക്കുന്ന സമയമാണ്. നമ്മുടെ അക്കാദമിക്സിലേക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ നന്നായിട്ട് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്തിരിക്കണം. നന്നായിട്ട് പഠിക്കുന്ന കാര്യത്തെ ബെറ്റർ ആക്കിയിട്ട് പഠിച്ചിരിക്കണം. അതിനുള്ള നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അവസരമാണ് നമ്മുടെ യോദ്ധ ബാച്ച് എന്ന് പറയുന്നത്. സോ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാത്ത മക്കളെല്ലാവരും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തേക്കാം. കാരണം ഞാൻ നിങ്ങളോട് ഏറ്റവും എടുത്തു പറഞ്ഞല്ലോ, നമ്മുടെ 10ാം ക്ലാസ്സിലേക്കുള്ള ബേസിക്സ് ആണ് 8ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ബേസിക്സുകൾ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. അതിലൊരിക്കലും നമ്മൾ കോംപ്രമൈസ് വരുത്തരുത് മക്കളെ. സോ അടുത്ത ദിവസം നമുക്ക് യോദ്ധ ബാച്ചിൽ കാണാം.